Okay, today's video we are going to discussing about a data science process. Data science process എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റ സയൻസ് പ്രോസസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഡാറ്റ സയൻസ് പ്രോസസ്? You may get the questions from exams to define data science process. So what is a data science process means? It's a methodological discovery of useful relationships and patterns in a data. It's enabled by a set of iterative activities. It's collectively known as data science process. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സയൻസ് പ്രോസസ്സിന്റെ നമ്മൾ ഡാറ്റാസിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് ഡിഫറെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുന്നതിനാണ് നമുക്ക് ഡാറ്റ സയൻസ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. സോ അതിന് മെയിനായിട്ട് 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് പ്രിയർ നോളജ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ, മോഡലിംഗ്, അപ്ലിക്കേഷൻ ആൻഡ് നോളജ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡാറ്റ സയൻസ് പ്രോസസ്സിനുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ ഓരോന്നിനും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് മാക്സിമം ചുരുക്കി നോക്കാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്ലൈഡ്സിലുള്ളത് ഇൻക്ലൂഡ് ആവില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാതും പറഞ്ഞിട്ട് നമുക്ക് പോകാം. സോ പ്രിയർ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും ഡാറ്റ സയൻസ് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ എല്ലാവരും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിയർ നോളജ് ആണ്. പ്രിയർ നോളജ് മീൻസ് ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഡാറ്റ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടേണ്ടത്, ഡാറ്റ അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിയർ നോളജ് എന്ന് പറയുന്നത്. സോ പ്രിയർ നോളജ് ഓഫേഴ്സ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഓൾറെഡി നോൺ അബൌട്ട് ദ സബ്ജക്റ്റ്. സിമ്പിളി നമുക്ക് പ്രിയർ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസിന്റെ വാട്ട് ദ പ്രോബ്ലം ബീങ് സോൾവ്ഡ് ആൻഡ് വാട്ട് ഡാറ്റ ഈസ് നീഡ് ടു ബി ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലം. എന്ത് പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, അതിന് ഏത് ഡാറ്റ നമുക്ക് വേണം, ഇതാണ് സിമ്പിളി പ്രിയർ നോളജ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ സബ്ജക്റ്റ് ഏരിയ, ഡാറ്റ ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. നിങ്ങൾക്ക് സ്ലൈഡ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് a well-defined statements of problems, it is impossible to come up with the right data set and pick the right data science algorithm. എന്നുവെച്ചാൽ നമുക്ക് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വേണം. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ പ്രിയർ നോളജ് പറഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതാണ് നമ്മൾ ഡയഗ്രത്തിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ഡാറ്റ അണ്ടർസ്റ്റാൻഡിങ് ഓർ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എന്തായിട്ടും പഠിക്കണം. സോ പ്രിയർ നോളജ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ പ്രോബ്ലം ഈസ് ടു ബി സോൾവ്ഡ് ആൻഡ് വാട്ട് ഡാറ്റ നീഡ് ടു ബി ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ലൈഡിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തതാണ്. സബ്ജക്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡാറ്റ സയൻസ് അൺകവർ ദ ഹിഡൻ പാറ്റേൺസ് ഓഫ് ഡാറ്റ സെറ്റ് ബൈ എക്സ്പോസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആട്രിബ്യൂട്ട്സ്. നമ്മളിതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുന്നതാണ്. ഞാനിതിന്റെ കൂടുതലായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രിയർ നോളജ് ഇൻ ദ ഡാറ്റ ക്യാൻ ആൾസോ ബി ഗ്യാതർഡ്. എന്ത് ഡാറ്റയാണ് നമുക്ക് ഗ്യാദർ ചെയ്യേണ്ടതുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിയർ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇതിൽ കുറച്ച് കൺസെപ്റ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഡാറ്റ സെറ്റ് എന്താണ്, ഡാറ്റ പോയിന്റ് എന്താണ്, ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റ വിത്ത് ഡിഫൈൻഡ് സ്ട്രക്ചർ. ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയെ നമുക്ക് ഡാറ്റ സെറ്റ് എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ഡാറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റ സെറ്റ്. അതുപോലെ an ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ സെറ്റ് നിങ്ങൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. an ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ സെറ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സിംഗിളി പ്രോപ്പർട്ടി ഓഫ് എ ഡാറ്റ സെറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഐഡന്റിഫയേഴ്സ്, ലേബൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഡാറ്റ സെറ്റ് ഓൾറെഡി കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റസിൽ നമ്മൾ പഠിച്ചു എന്താണ് ലേബൽ എന്ന് പറഞ്ഞാൽ. സ്പെഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് എ predicted based on all inputs of an attributes. നമുക്ക് ലേബൽസ് എന്ന് പറയാം. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും ഒരു സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് പ്രൊവൈഡിങ് ദ കോണ്ടെക്സ്റ്റ് ടു ഇൻഡിവിജ്വൽ റെക്കോർഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിംസ്, അക്കൗണ്ട് നമ്പേഴ്സ്, എംപ്ലോയി ID. Something needs to be identified. The identifiers are often used to look up the keys to join the multiple data set. മൾട്ടിപ്പിൾ ഡാറ്റാ സെറ്റിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഒരു എക്സാമ്പിൾ ഓഫ് എ ഡാറ്റാ സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ബോറോഡ് ID, ക്രെഡിറ്റ് സ്കോർ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതുപോലെ ഒരു കൺസെപ്റ്റ് ആണ് കോസേഷൻ വേഴ്സസ് കൊറിലേഷൻ. കൊറിലേഷനും സം കേഴ്സസ് അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്, പറയുന്നത്. കൊറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെ നമ്മൾ കൊറിലേറ്റഡ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത്, കൊറിലേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കേഴ്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വൺ ഇവന്റ് റിസൾട്ട്സ് ടു ഒക്കറൻസ് ഓഫ് അതർ ഇവന്റ്. ഇതാണ് കേഴ്സേഷൻ. ഒരു ഇവന്റ് നടക്കുന്നത്, ആ ഇവന്റ് വേറൊരു ഇവന്റിനെ ഒക്കർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാകുന്ന സമയത്ത് കേഴ്സേഷൻ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് കേഴ്സേഷൻ വേഴ്സസ് കൊറിലേഷൻ? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹോട്ട് വെതർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ഐസ്ക്രീം സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൺബേൺ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സൺബേണിന് നമുക്ക് ഒരു നമ്മൾക്ക് മെഡിസിൻ ഇൻക്രീസ് ചെയ്യുക, മെഡിസിൻ നമ്മുടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ഒരു സെറ്റാണ് പ്രിയർ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ 5 സ്റ്റെപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പ്രിയർ നോളജ് ആണ്. അതിൽ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്, ഡാറ്റ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഡാറ്റ ആണ്. ഡാറ്റ പ്രിപ്പറേഷൻ നമുക്ക് ഡിഫറെന്റ് ടൂൾസും കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യണം. ദെൻ ബിൽഡിംഗ് ദ മോഡൽ യൂസിങ് ദ അൽഗോരിതംസ്. ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യണം. എന്നിട്ട് അതിൽ മോഡൽ ബിൽഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഡാറ്റാസ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ പറയുന്നു. ദെൻ മോഡൽ ബിൽഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. മോഡൽ ബിൽഡ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഡിപ്ലോയ്മെന്റ്, നമ്മളത് ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന നോളജ് വെച്ചിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നത് ചെയ്യണം. അല്ലെങ്കിൽ അതിനെ ഡിപ്ലോയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ വാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഇത് വരുന്നത്. സെക്കൻഡ് മെത്തേഡാണ് പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ പ്രിയർ നോളജിനെ പറ്റി നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, ഡാറ്റ പ്രിപ്പറേഷൻ. ഡാറ്റ പ്രിപ്പറേഷൻ, പ്രിപ്പയറിംഗ് ദ ഡാറ്റ ഈസ് ടു സ്യൂട്ട് എ ഡാറ്റ സയൻസ് ടാസ്ക്. ഇറ്റ്സ് ദ മോസ്റ്റ് ടൈം കൺസ്യൂമിങ് പാർട്ട് ഓഫ് എ പ്രോസസ്. ഇപ്പം ഡാറ്റ സയൻസ് പ്രോസസ്സിൽ ഡാറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂം, ഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ വളരെ ടൈം കൺസ്യൂം ആയിട്ടുള്ള ഇതാണ്. അതിന് ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരുപാട് വേ ഓഫ് ഡാറ്റ പ്രിപ്പയറിംഗ് ഉണ്ട്. ഫസ്റ്റത്തെ ആണ് ഡാറ്റ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതിന് തന്നെ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്നും രണ്ട് രീതിയിൽ നിന്നും പറയാറുണ്ട്. ഈ ഡാറ്റ എക്സ്പ്ലോറേഷൻ തന്നെയാണ് ഡാറ്റ എക്സ്പ്ലോറേഷൻ ഓൾസോ നോൺ ആസ് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. സോ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പോൾ പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് സിമ്പിൾ ടൂൾ ടു അച്ചീവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ. ഡാറ്റ എക്സ്പ്ലോറേഷൻ അപ്രോച്ച് ഇൻവോൾവിംഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് ഡാറ്റ. ഈ ഡാറ്റ എക്സ്പ്ലോറേഷനിലാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ ഡാറ്റ എക്സ്പ്ലോറേഷന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, വിഷ്വലൈസേഷന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് നമ്മളെ
മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. അതിൽ വരുന്നതാണ് ഡാറ്റ വിഷ്വലൈസേഷനിൽ സ്കാറ്റർ പ്ലോട്ട്, ഹിസ്റ്റോഗ്രാംസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ് വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ ഡാറ്റ എക്സ്പ്ലോറേഷൻ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കോറിന് പറ്റി നമ്മൾ സ്കാറ്റർ പ്ലോട്ട് ആണ് കേട്ടോ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള സ്കാറ്റർ പ്ലോട്ട് ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡാറ്റ സെറ്റ്. ഇതൊരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ലാബിൽ നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് ഡാറ്റ ക്വാളിറ്റി. സോ ഡാറ്റേൻ്റെ ക്വാളിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റേൻ്റെ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡാറ്റേൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഡാറ്റ ക്വാളിറ്റി ഈസ് എ ഓൺ ഗോയിങ് കൺസേൺ whenever data is collected, processed and stored. Okay, so organization uses data alerts, cleaning and transformation techniques to improve the manage and quality of a data. Store them in a company-wide repositories called data warehouse. നമുക്ക് നല്ല ഡാറ്റാസിൻ്റെ ക്വാളിറ്റി ഉള്ള ഡാറ്റാസ് ഡാറ്റ വെയർഹൗസസിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. എന്തിനാണ്? വെൽ മെയിൻറ്റൈൻഡ് ഡാറ്റ വെയർഹൗസസ് ഹാവ് ഹയർ ക്വാളിറ്റി. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഡാറ്റ വെയർഹൗസസ് ഹയർ ക്വാളിറ്റി ഓഫ് ഡാറ്റനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വളരെ ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിംഗ് വാല്യൂസ്. ഡാറ്റ പ്രിപ്പറേഷനിൽ മിസ്സിംഗ് വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിംഗ് വാല്യൂസ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡാറ്റയിൽ ആട്രിബ്യൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ്ങിനെ നമുക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാകുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ആ മിസ്സിംഗ് വാല്യൂസിൽ നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി ചില അൽഗോരിതംസിലൊക്കെ മിസ്സിംഗ് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അൽഗോരിതം ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ സം ഓഫ് ദ മോസ്റ്റ് കോമൺ ഡാറ്റ ക്വാളിറ്റി ഇഷ്യൂസ് ഈസ് ദാറ്റ് സം റെക്കോർഡ്സ് ഹാവ് മിസ്സിംഗ് ആട്രിബ്യൂട്ട്സ്. For example, a credit score. Okay, credit score may have missing in one of the records. First step to manage the missing values is to understand the reason behind why the values are missing. So missing credit scores values can be replaced with the credit score derived from the data set. നമുക്ക് mean, minimum, maximum values എന്ന ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കായിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും മിസ്സിംഗ് വാല്യൂസ്. ഡാറ്റ ടൈപ്സ് ആൻഡ് കൺവേർഷൻസ്. സോ നമ്മുടെ ഡാറ്റേൻ്റെ പ്രിപ്പറേഷൻ പെട്ടെന്നാണ് ഡാറ്റ ടൈപ്സ് ആൻഡ് കൺവേർഷൻസ്. ആട്രിബ്യൂട്ട്സിൻ്റെ ഡാറ്റാസ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ് സച്ച് ആസ് കണ്ടിന്യൂസ് ന്യൂമറിക് or integer numeric or categorical types of data ആയിരിക്കും മേ ബി ഉണ്ടാവുന്നത്. സോ ചില പ്രോസസ്സിലൊക്കെ നമുക്ക് ആ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റാസ് ചില സമയത്ത് കാറ്റഗോറിക്കൽ ഡാറ്റാസിന് നമുക്കൊരു ന്യൂമറിക്കൽ ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നെങ്കിലേ അതിൽ എന്ത് ചെയ്യുള്ളൂ? പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ പല പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. കോൾഡ്, ഹോട്ട് എന്നൊക്കെ പറയുന്നത് ഇത്ര പാരാമീറ്റർ, ഇത്ര ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഈ കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ഡാറ്റ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും നല്ലത് നിങ്ങൾ ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എന്നിട്ട് നമുക്ക് ഈ മിസ്സിംഗ് വാല്യൂസ് എന്താണ്, ഡാറ്റ ടൈപ്സ് ഓഫ് കൺവേർഷൻസ് എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കിയത്, അണ്ടർസ്റ്റാൻഡിങ് ചെയ്തത് നമ്മൾ എഴുതുക. ഇതിൽ ഓൾറെഡി ഞാൻ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു പോകും. ദെൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സം ഡാറ്റ സയൻസ് അൽഗോരിതംസ്, the input attributes are expected to be numeric and normalized. So normalization prevents one attribute dominating the results because of the large values. So നമുക്ക് എന്ത് ചെയ്യണം? ചില ആട്രിബ്യൂട്ട്സിനൊക്കെ നമുക്ക് ന്യൂമറിക്കൽസിൽ നിന്ന് അതിനൊരു വേറൊരു നോർമലൈസ്ഡ് വാല്യൂസിലോട്ട് മാറ്റേണ്ടി വരും. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ഇൻകം ആൻഡ് ക്രെഡിറ്റ് സ്കോർ. One solution to convert the range of income and credit score to a more uniform scale from 0 to 1 normalization.
സോ അതിനൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ദ ഡാറ്റ നമുക്കിങ്ങനെ പുറത്തുള്ളതായിട്ട് കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്തായിരിക്കും സം ഡാറ്റാസ്. അപ്പോൾ ആ ഔട്ട്ലയേഴ്സിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ഔട്ട്ലയേഴ്സ് വന്നു എന്നുള്ളത് ചില ഇതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഹൈറ്റ്സ് ആർ 1.73 സെന്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 1.73 meters. ചില ഡാറ്റാസ് കൊടുത്തതിന്റെ എറേഴ്സ് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മീറ്റേഴ്സ് കൊടുത്തത് കൊണ്ടാണ്. മീറ്റർ കൊടുത്തത് കൊണ്ടാണ് ആ 1.73 എന്ന് പറയുന്നത് അതിന്റെ പുറത്തായത്. അത് ഔട്ട്ലെയർ ഡിറ്റക്ഷന് വേണ്ടി നമുക്ക് ടൂൾസ് ഉണ്ട്. നമ്മളെ ഈ സ്കാറ്റർ പ്ലോട്ടിംഗ് പോലെ തന്നെ ഈ പ്ലോട്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഔട്ട്ലെയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഔട്ട്ലെയർ ഡിറ്റക്ട് മേ ബി പ്രൈമറി പർപ്പസ് ഓഫ് ഡാറ്റ സയൻസ് ആപ്ലിക്കേഷൻ ലൈക്ക് ഫ്രോഡ് ഓർ ഇൻട്രൂഷൻ ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫീച്ചർ സെലക്ഷൻ. ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൾ ആട്രിബ്യൂട്ട്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഓർ യൂസ്ഫുൾ ഓഫ് പ്രെഡിക്റ്റിംഗ് ദ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് നമ്മൾ ഡാറ്റ സെറ്റ് എടുക്കുകയാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സും നമ്മളെ റിസൾട്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യില്ല. അത് ചില ആട്രിബ്യൂട്ട്സ് ഒക്കെ വെറുതെ ആയിരിക്കും നമ്മുടെ ഡാറ്റ സെറ്റിൽ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഡാറ്റ സെറ്റിലെ ആട്രിബ്യൂട്ട്സിനെ ഒഴിവാക്കി നമുക്ക് ഫീച്ചേർഡ് ആയിട്ടുള്ള സെലക്ഷൻസ് മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് ഫീച്ചർ സെലക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. So many data science problems involves data with hundreds of thousands of attributes. So some of the attributes may be highly correlated with each other, like annual income and tax. Some of the attributes not attributes equally important or useful for predicting the target. So അങ്ങനത്തെയുള്ള attributes നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത attributes ഉണ്ടാവും. ആണ് ഫീച്ചർ സെലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡാറ്റ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓൾറെഡി ഗിവൺ ഡാറ്റയിൽ നമ്മൾ സാമ്പിൾസ് ഓഫ് ഡാറ്റയെ എടുത്തു വെക്കും. സാമ്പിളിംഗ് പ്രോസസ് സെലക്ടിങ് സബ്സെറ്റ് ഓഫ് എ റെക്കോർഡ്സ് ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒറിജിനൽ ഡാറ്റ സെറ്റ് ഫോർ യൂസ് ഓഫ് ഡാറ്റ അനാലിസിസ് ഓർ മോഡലിംഗ്. ഡാറ്റൻ്റെ അനാലിസിസ് ചെയ്യുന്നതിനും മോഡലിംഗ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഡാറ്റേനെ സാമ്പിൾസ് എടുത്തു വെക്കുന്നതിനെയാണ് ഡാറ്റ സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലുണ്ട്. ദെൻ മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ദ മോഡൽ ഇസ് അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് റിലേഷൻഷിപ്പ് ഗിവൺ ദി ഡാറ്റ സെറ്റ്. അതിന് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ആ മോഡലിലേക്ക് ഡാറ്റ കൊടുക്കാം. അതിനൊരു ഗിവൺ ഔട്ട്പുട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ട്രെയിനിങ് ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ആട്രിബ്യൂട്ട്സ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ്. എന്താണ് ട്രെയിനിങ് ഡാറ്റ സെറ്റ്, എന്താണ് ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ്? ട്രെയിനിങ് ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഡാറ്റ സെറ്റ് യൂസ് ടു കോൺക്രീറ്റ് ദ മോഡൽ, യൂസ് ടു ക്രിയേറ്റ് ദ മോഡൽ. ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റിനെ ട്രെയിനിങ് ഡാറ്റ സെറ്റ്, നമ്മൾ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റിനെ ട്രെയിനിങ് ഡാറ്റ സെറ്റ് എന്നും, ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് ആ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വാലിഡേഷൻ ഡാറ്റ സെറ്റ് എന്ന് പറയാം. A validity of a created model will be also be need to check with another known data set is called a test data set, validation data set. Okay. ട്രെയിനിങ് ഡാറ്റ സെറ്റ് ആണ്. അതിൽ നിന്ന് തന്നെ കുറച്ച് ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോട്ട് ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ അതേ ഡാറ്റ ആവില്ല ടെസ്റ്റിംഗ് ഡാറ്റ സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ. ലേണിംഗ് അൽഗോരിതംസ്. ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ the business questions or availability of data will be decided what data science task can be used. ലേണിംഗ് അൽഗോരിതംസിന്റെ എക്സാമ്പിൾസ് ആണ് ഡിസിഷൻ ട്രീ, റൂൾ ഇൻഡക്ഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്സ്, KNN അൽഗോരിതം. ഇതൊക്കെ ഡിഫറെന്റ് അൽഗോരിതംസിന് എക്സാമ്പിൾ ആണ്, ലേണിംഗ് അൽഗോരിതംസിന് എക്സാമ്പിൾ ആണ്. The practitioner determines the appropriate data science algorithm within the chosen category. അപ്പോൾ നമ്മൾ ഡാറ്റയുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള അൽഗോരിതംസ് നമ്മൾ
ചൂസ് ചെയ്യും. ലേൺ ചെയ്യേണ്ട നമ്മുടെ മോഡലിൽ ലേൺ ചെയ്യേണ്ട അൽഗോരിതം ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യും. ഇവാലുവേഷൻ ഓഫ് മോഡൽ. മോഡൽ ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ പെർഫോമൻസ് ഓഫ് എ മോഡൽ. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മോഡൽ ഇവാലുവേഷൻ ചെയ്യുന്നത്. ദ ഫിനോമിനൻ ഓഫ് എ മോഡൽ മെമ്മറൈസിങ് ദ ട്രെയിനിങ് ഡാറ്റ ഈസ് കാൾഡ് ഓവർഫിറ്റിംഗ്. ഓവർഫിറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദ എസ്റ്റിമേഷൻ ഓവർഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിനോമിനൻ ഓഫ് എ മോഡൽ മെമ്മറൈസിങ് ദ ട്രെയിനിങ് ഡാറ്റ സെറ്റ് ഈസ് കാൾഡ് ഓവർഫിറ്റിംഗ്. സോ ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവാലുവേഷൻ ഓഫ് ടെസ്റ്റ് ഡാറ്റസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മോഡൽ പ്രഡിക്റ്റഡ്, മോഡൽ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എൻസെമ്പിൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻസെമ്പിൾ മോഡൽ ഈസ് എ പ്രോസസ് വേർ മൾട്ടിപ്പിൾ ബേസ് മോഡൽസ് ആർ യൂസ്ഡ് ടു പ്രഡിക്ട് ദ ഔട്ട്കം. ഔട്ട്കമ്മിന്റെ കറക്റ്റ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എൻസെമ്പിൾ മോഡൽസ് ആണ്. ഡിഫറെന്റ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഔട്ട്കംസിനെ പ്രഡിക്റ്റ് ചെയ്യുക. അതാണ് എൻസെമ്പിൾ മോഡൽ. ദ മോട്ടിവേഷൻ ഓഫ് യൂസിങ് എൻസെമ്പിൾ മോഡൽസ് ഈസ് ടു റെഡ്യൂസ് ദ ജനറലൈസേഷൻ എറേഴ്സ് ഓഫ് ദി പ്രഡിക്ഷൻസിന്റെ എറേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്ലോയ്മെന്റ് ആണ്. അപ്ലിക്കേഷൻ is the large is the deployment is the stage at which model becomes production ready or live. നമ്മളെ പ്രൊഡക്ഷൻ റെഡി സ്റ്റേജ് ആണ് നമ്മൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്, അഥവാ പ്രൊഡക്ഷൻ റെഡിനെസ്. The production readiness part of the deployment determines the critical qualities of required for deployment objective. നമ്മൾക്ക് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് റെഡി ആണോ, അത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ റെഡിനെസ്. കൺസെപ്റ്റ് ടു ബിസിനസ് യൂസ് കേസ് ഡിറ്റർമിൻ വെദർ ദ കൺസ്യൂമർ qualifies the non-critical quality of the model deployment is the real-time prediction. Consumer qualifies for a non-critical quality of the model and determines the grouping of a customer for an enterprises by marketing function. Critical quality of the application is the ability to find the unique patterns among the customers, not the response time of the model. It's the ability to find the unique patterns among the customers. അപ്പോൾ അതിൽ യുണീക്ക് പാറ്റേൺസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഈ രണ്ട് യൂസ് കേസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ ഇൻ്റഗ്രേഷൻ ആണ്. ടെക്നിക്കൽ ഇൻ്റഗ്രേഷൻ കറൻ്റ്ലി ഇറ്റ് ഈസ് ക്വൈറ്റ് കോമൺ ടു യൂസ് ഡാറ്റ സയൻസ് ഓട്ടോമേഷൻ ടൂൾസ് ഓർ കോഡിംഗ് യൂസസ് ആർ ഓർ പൈത്തൺ ടു ഡെവലപ്പ് ദ മോഡൽസ്. നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ടെക്നിക്കലി അത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ടെക്നിക്കൽ ഇൻ്റഗ്രേഷൻ പറയുന്നത്. അതിന് വേണ്ടി ഡിഫറെൻ്റ് ആയ ടൂൾസ് ഓർ കോഡിങ്സ് നമ്മൾ ലാംഗ്വേജസ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ടെക്നിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൽഗോരിതം ഗിവൺ ഡാറ്റ സെറ്റിന് എത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് തരുന്നുണ്ട്. Data science algorithms like KNN are easy to build but quite slow at the predicting the unlabeled records. So നമ്മുടെ അൽഗോരിതം അല്ല നമ്മുടെ മോഡൽ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് തരുന്നുണ്ട് എന്നുള്ളതാണ്. The quality of prediction, accessible of input data and the response time of the prediction remains a critical quality factors in the business application.
അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനും ആക്സസിബിലിറ്റി ഓഫ് ഇൻപുട്ട് ഡാറ്റ ആൻഡ് അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം, ഇത് മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മുടെ ബിസിനസ് ആപ്ലിക്കേഷനിൽ നിന്ന് ഉള്ളതാണ്. മോഡൽ റിഫ്രഷ്. The model refresh means it's quite normal that the conditions in which the model is built change after the model is into deployment. സോ ഡിപ്ലോയ്മെന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിലെന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ വരുന്നുണ്ട്, അതിലെന്തെങ്കിലും അപ്ഡേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനാണ് മോഡൽ റിഫ്രഷ് എന്ന് പറയുന്നത്. സോ ഇഫ് ദ എറർ റേറ്റ്സ് ആർ എക്സീഡഡ്, സോ ഓക്കെ എക്സാമ്പിൾസ് പറയുന്നുണ്ടെങ്കിൽ the relationship between the credit score and interest rate of change frequently based on the relieving the macroeconomic conditions. Hence the model will be have to refresh frequently. എന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് മോഡല് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. The validity of model can be routinely tested by using a new known data set, calculating the prediction error rate. So if the error rate exceeds the particular threshold, then the model has to be refreshed. And നമ്മൾ പെർട്ടിക്കുലർ ത്രെഷോൾഡിലുള്ള എറർ റേറ്റ് അതിനെക്കാട്ടും കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുതിയൊരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്കിൽ ഓൾറെഡി ഉള്ള മോഡൽ നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ടത് വരും. അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ അസിമുലേറ്റ് ചെയ്യുക. ദ ഒബ്ജക്റ്റീവ് മേ ബി ടു അസിമുലേറ്റ് ദ നോളജ് ഗെയിൻഡ് ഫ്രം ദി ഡാറ്റ സയൻസ് അനാലിസിസ് ടു ദ ഓർഗനൈസേഷൻ. എന്തിനാണ് നമ്മൾ അസിമുലേഷൻസ് യൂസ് ചെയ്യുന്നത്? The description of data science application deploy model live system may not be in the objective. നമ്മളത് കഴിഞ്ഞതിന് ശേഷം സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യും. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് കൊടുക്കുമ്പോൾ പുതിയ നോളജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അസിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റേനെ വീണ്ടും അനലൈസ് ചെയ്തിട്ട് പുതിയ മോഡലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ മോഡൽസ് നമ്മളെ ഡിപ്ലോയ് ചെയ്യുന്നതിനാണ് ഈ അസിമുലേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നോളജ് ആൻഡ് ആക്ഷൻ. നോളജ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിൽ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നോളജ് ആൻഡ് ആക്ഷൻ. ദ ഡാറ്റ സയൻസ് പ്രോസസ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ടു എക്സ്ട്രാക്ട് നോൺ ട്രിവിയൽ ഇൻഫർമേഷൻ ഫ്രം ദി ഡാറ്റ. വിത്തിൻ ദ massive storage increases the data collection and advanced computing paradigms is available data to be utilized and only increases. To extract knowledge from the massive data sets, advanced approaches needs to be employed, like data science algorithms in addition to standard business intelligence of reporting statistical analysis. So through the many of these algorithms can provide valuable knowledge. It is up to the practitioner to skillfully transfer the business problems to data problems and apply the right algorithm. The data science, unlike any other technology, provides various options in terms of algorithms. Uses these options to extract the right information from the data. നമ്മൾ വെച്ചാൽ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്, നമ്മൾ കിട്ടിയ ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ പുതിയ ഡാറ്റാസ് നമുക്ക് കിട്ടിയ പുതിയ ഡാറ്റാസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കുക. അതാണ് നോളജ് ആൻഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ.